മൂടക്കൊല്ലി പ്രദേശത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ കുടുംബം. വന്യമൃഗശല്യം, വൈദ്യുതി തടസ്സം, റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചു. എല്ലാം വിശദമായി കേട്ട രാഹുൽ ഗാന്ധി അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മറുപടി നൽകി. രാവിലെ 9:30 രാഹുൽ ഗാന്ധിയും സംഘവും മൂടക്കൊല്ലിയിലെ പ്രജീഷിന്റെ വീട്ടിലെത്തിയത്. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ കുടുംബത്തെ അദ്ദേഹം ആശ്വസിപ്പിച്ചു. അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടു. ഏതാണ്ട് 20 മിനിറ്റോളം അദ്ദേഹം കുടുംബാംഗങ്ങളോടൊത്ത് ചെലവഴിച്ചു. തങ്ങളുടെ സങ്കടങ്ങളെക്കാൾ ഉപരിയായി മൂടക്കൊല്ലി പ്രദേശത്തിന്റെ ആകെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ആ അമ്മയും മകനും സംസാരിച്ചത്. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണം. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ കൽമതിലും സുരക്ഷാവേലിയും ശക്തിപ്പെടുത്തണം. തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കി തരണം. അങ്ങനെ മൂടക്കൊല്ലി നിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് പ്രജീഷിന്റെ അമ്മയും സഹോദരനും രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. രാഹുൽ ഗാന്ധി നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്ന് ഈ റോഡിൻ്റെ കാര്യം, പിന്നൊന്ന് ചുറ്റുമതിൽ ഏകദേശം 2.5 കിലോമീറ്ററോളം ഇവിടെ ബാക്കിയെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് റെയിൽ ഫെൻസിങ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് കൽമതിലും വന്ന് ബാക്കി ഇങ്ങനെ ഒഴിവൊരു ഗേറ്റ് പോലെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ അത് പണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു നിവേദനം പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നൊന്ന് ഇവിടെ മൊബൈൽ, നിങ്ങൾക്കറിയാമല്ലോ, മൊബൈൽ റേഞ്ച് എന്നുള്ള സാധനം കണി കാണാൻ അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ ഒരു ചെറിയൊരു LP സ്കൂളുണ്ട്, അതിനൊരു ചുറ്റുമതിലും അവിടെ ഒരു കിണർ ഒത്തിരി മോട്ടോർ വെച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളം അടിക്കാൻ പറ്റില്ല, കാരണം ഇതില്ല, പവറില്ല, സിംഗിൾ ഫേസ് ലൈനായതുകൊണ്ട്. അപ്പോൾ അതൊരു 3 ഫേസ് ആക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഈ 4 കാര്യങ്ങളാണ് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തങ്ങളുടെ പരാതികളെല്ലാം അദ്ദേഹം ശ്രദ്ധാപൂർവം കേട്ടുവെന്നും വേണ്ട ഇടപെടൽ നടത്താമെന്ന് ഉറപ്പു നൽകിയെന്നും പ്രജീഷിന്റെ സഹോദരൻ മജീഷ് പറഞ്ഞു. രാഹുൽ ഗാന്ധി എത്തുന്നത് അറിഞ്ഞ് പ്രദേശവാസികളും നാട്ടുകാരുമെല്ലാം രാവിലെ മുതൽ തന്നെ പ്രജീഷിന്റെ വീട്ടുപരിസരത്തെത്തിയിരുന്നു. നേതാക്കളായ KC വേണുഗോപാൽ, IC ബാലകൃഷ്ണൻ MLA, KK വിശ്വനാഥൻ, ND അപ്പച്ചൻ, DP രാജശേഖരൻ തുടങ്ങിയവർ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ടായിരുന്നു. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, ബത്തേരി.